ഒരു നേരത്തെ ഒരു പ്രണയത്തിൻ്റെ വികാരത്തിൽ എത്രയും വർഷക്കാലം കഷ്ടപ്പെട്ട് വളർത്തിയ ആ മാതാപിതാക്കളെ ധിക്കരിച്ച് അവരെ കണ്ണീര് കുടിപ്പിച്ച് പല പെൺകുട്ടികളും ഇന്നലെ കണ്ട മറ്റൊരുത്തിനോടൊപ്പം ഇറങ്ങി പുറപ്പെടാറുണ്ട്. എന്നാൽ അത്തരത്തിൽ ഇറങ്ങി പുറപ്പെട്ടതിന് ശേഷം ആ പെൺകുട്ടികൾക്ക് സംഭവിക്കുന്നതോ ജീവിതത്തിൽ ഒരിക്കൽ പോലും സമാധാനമില്ലാത്തൊരു ജീവിതമാണ്. ഇത്രയും വർഷക്കാലം പോറ്റി വളർത്തിയ ആ മാതാപിതാക്കളുടെ വാക്കുകൾ ധിക്കരിച്ച് അല്ലെങ്കിൽ അവരെ പറ്റിച്ച് മറ്റൊരുത്തിനോടൊപ്പം ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികൾ അവസാനം ചെന്നെത്തുന്നത് വലിയൊരു അപകടത്തിലേക്കാണ്. അത്തരത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന പെൺകുട്ടികൾ അവരവസാനം കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ കൊല്ലപ്പെട്ട അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത അവസ്ഥയിൽ. ഇതൊക്കെയാണ് നമ്മൾ സ്ഥിരമായി കണ്ടുവരുന്നത്. ഇത്രയും വർഷക്കാലം വളർത്തിയ ആ മാതാപിതാക്കളെ അവരെ കണ്ണീർ കുടിപ്പിക്കുമ്പോൾ, അവരെ വേദനിപ്പിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് അത്തരം ആളുകൾക്ക് അത് സംഭവിക്കാതിരിക്കുക? ഞാനിതിവിടെ പറയാൻ കാരണം, ഇത്തരത്തിൽ മാതാപിതാക്കളെ പറ്റിച്ച് മറ്റൊരുത്തിനോടൊപ്പം ജീവിച്ച ഒരു മുസ്ലിമായ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച ഒരു ദാരുണമായ ഒരു സംഭവത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സംഭവം നടന്നിട്ട് കുറച്ച് ദിവസങ്ങളാകുന്നു. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഈ കേരളത്തിൽ ഭർത്താവുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന ഒരു പെൺകുട്ടി മറ്റൊരു ഹിന്ദുവായ ഒരു ആൺസുഹൃത്തിനോടൊപ്പം ജീവിക്കുകയും പിന്നീട് അവസാനം ആ പെൺകുട്ടിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയും ഒക്കെ ചെയ്തത്. ആ സമയത്തോടടുപ്പിച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയണമെന്ന് തോന്നി, പക്ഷേ സമയം കിട്ടാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കഴിയാതെ പോയത്. ജാമിയ മിലിയ ഇസ്ലാമിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി പ്രമുഖ IT കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന ഇൻഷറഹ് അയ്യൂബി എന്ന് പറയുന്ന വെറും 25 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി കൊല്ലപ്പെട്ട ദാരുണമായ ഒരു സംഭവമായിരുന്നു അത്. ഏതായാലും ആ ഒരു സംഭവത്തെക്കുറിച്ച് ഞാനൊന്ന് പറയാം. ഉത്തർപ്രദേശിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഉത്തർപ്രദേശിലെ സീതാപൂർ സ്വദേശിയാണ് ഇൻഷറഹ് അയ്യൂബി എന്ന് പറയുന്ന ഈ പെൺകുട്ടി. ഡൽഹിയിലെ പ്രശസ്തമായിട്ടുള്ള ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ അപാരമിടുക്കിയായ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു ഈ ഒരു പെൺകുട്ടി. തുടർന്ന് പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനിയായ ഒപ്റ്റം എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു. അവിടെ വെച്ചാണ് ഛത്തീസ്ഗഡിലെ ഫിലായി സ്വദേശിയായ ശ്രേഷ്ഠ മലിക് എന്ന് പറയുന്ന ഒരു യുവാവിനെ ഈ പെൺകുട്ടി പരിചയപ്പെടുന്നത്. NIT റായ്പൂരിൽ നിന്ന് ബിരുദം നേടിയ ഈ ശ്രേഷ്ഠ മലിക്കും ഇതേ കമ്പനിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. ഒരുമിച്ച് ജോലി ചെയ്യുന്നതിനിടയിൽ ഇവർ തമ്മിൽ പരസ്പരം അടുക്കുകയും ഇവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്യുന്നു. എന്നാൽ സ്വന്തം വീടും കുടുംബവും മാതാപിതാക്കളുടെ വാക്കുമൊക്കെ ഉപേക്ഷിച്ച് അവനോടൊപ്പം ഇറങ്ങിത്തിരിച്ച ആ പെൺകുട്ടിയെ കാത്തിരുന്നത് തികച്ചും ക്രൂരമായ ഒരു ദുരന്തമായിരുന്നു. പോലീസിന്റെ ആദ്യഘട്ട അന്വേഷണ വിവരങ്ങൾ അനുസരിച്ച് ഈ ശ്രേഷ്ഠ മലിക് എന്ന് പറയുന്നവൻ ഇൻഷറഹിനെ ക്രൂരമായി മർദ്ദിച്ച് അവശയാക്കിയ ശേഷം കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ്. ഈ ക്രൂരകൃത്യത്തിന് ശേഷം സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇവനെ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടുകൂടി ഈ ശ്രേഷ്ഠ മലിക് എന്ന് പറയുന്ന ഇവൻ ഓടിച്ചെന്ന് ട്രെയിനിൻ്റെ മുന്നിലേക്ക് ചാടുകയും അങ്ങനെ അവനും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരു മിടുക്കിയായിരുന്ന ഒരു പെൺകുട്ടിക്കാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. അത്തരത്തിൽ നല്ല ഉന്നത വിദ്യാഭ്യാസം നേടിയ വലിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ പോലും പ്രണയത്തിൻ്റെ പേരിൽ അന്ധമായി മറ്റുള്ളവരെ വിശ്വസിച്ച് സ്വന്തം ജീവിതം അപകടത്തിലാക്കുകയാണ്. മധുരവാക്കുകളും വ്യാജ വാഗ്ദാനങ്ങളും നൽകി ആകർഷിക്കുന്ന പലരുടെയും യഥാർത്ഥ സ്വഭാവമോ അവരുടെ പശ്ചാത്തലമോ മനസ്സിലാക്കാൻ പലപ്പോഴും ഇത്തരം പെൺകുട്ടികൾക്ക് സാധിക്കാതെ പോകുന്നു. വികാരങ്ങൾക്ക് മാത്രം മുൻഗണന നൽകി വിവേകത്തെ മാറ്റിവെക്കുമ്പോഴാണ് ഇത്തരം തിരുത്താനാവാത്ത അപായത്തിൽ പെൺകുട്ടികൾ ചെന്നുപെടുന്നത്. നമ്മുടെ നാട്ടിൽ അടൂരിൽ നടന്ന സംഭവമായാലും UP നടന്ന ഈ ഒരു ശ്രേഷ്ഠ മലിക്കിൻ്റെ ഈ ഒരു സംഭവമായാലും ക്രൂരത ചെയ്യാനും കൊലപാതകങ്ങളിൽ ആസ്വാദനം കണ്ടെത്താനും മടിയില്ലാത്ത വികലമായ മനസ്സിൻ്റെ ഉടമകളെ തിരിച്ചറിയാൻ എൻ്റെ പൊന്നു പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. സ്വന്തം മാതാപിതാക്കളുടെ സ്നേഹവും ഉപദേശവും തള്ളിപ്പറഞ്ഞ് കണ്ണുമടച്ച് ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് പ്രണയമാണോ അതോ മരണമാണോ എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഓരോ പെൺകുട്ടികൾക്കും ഉണ്ടാവേണ്ടതുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഈ ഓരോ സംഭവങ്ങളും ഓരോ പെൺകുട്ടികൾക്കും നൽകുന്നത് ഒരു വലിയൊരു മുന്നറിയിപ്പാണ്. ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രണയത്തിൻ്റെ പേരിൽ ആരെയും നിങ്ങൾ ഒരിക്കലും കണ്ണുമടച്ച് വിശ്വസിക്കരുത്. ഒരാളുടെ ബാഹ്യമായ രൂപമോ ഉന്നത വിദ്യാഭ്യാസമോ മധുരവാക്കുകളോ മാത്രം നോക്കി
അയാളുടെ സ്വഭാവം ഒരിക്കലും വിലയിരുത്തരുത്. നിങ്ങളെ ചെറുപ്പം മുതൽ വളർത്തിയ മാതാപിതാക്കളുടെ അനുഭവ സമ്പത്തും ഉപദേശവും ഒരിക്കലും നിങ്ങൾ തള്ളിക്കളയരുത്. ഒരു നേരത്തെ ആ ഒരു വികാരത്തിൽ നിങ്ങളെടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് വലിയ അപകടത്തിലേക്കാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് തകർന്നു പോകുന്നത്. നിങ്ങളുടെ മാത്രമല്ല, മാസങ്ങളോളം നിങ്ങളെ വേദന സഹിച്ച് നൊന്ത് പ്രസവിച്ച നിങ്ങളുടെ മാതാവിൻ്റെയും നിങ്ങളെ ഇത്രയും കാലം വളർത്തി വലുതാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാ വിദ്യാഭ്യാസങ്ങളും നല്ല ജീവിതവും കിട്ടാൻ വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട നിങ്ങളുടെ പിതാവിൻ്റെയും ഒക്കെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ഒക്കെയാണ് നിങ്ങൾ ഇത്തരത്തിൽ തല്ലിക്കെടുത്തുന്നത്. തങ്ങളുടെ സ്വപ്നങ്ങളും കഷ്ടപ്പാടുകളും മാറ്റിവെച്ച് മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാൻ രാപ്പകൽ അധ്വാനിക്കുന്ന മാതാപിതാക്കൾക്ക് ഇത്തരം സംഭവങ്ങൾ ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതൊന്നുമല്ല. ചില പെൺകുട്ടികളൊക്കെ അങ്ങനെയാണ്. അവർക്ക് എത്ര കിട്ടിയാലും എത്ര കൊണ്ടാലും അവർ ഒരിക്കലും പഠിക്കില്ല. ഇത്രയധികം സംഭവങ്ങൾ അവരുടെ കൺമുന്നിൽ നടക്കുമ്പോഴും അവർ അതിനെയെല്ലാം മൈൻഡ് ചെയ്യാതെ ആ ഒരു അപകടത്തെ അവർ മാടി വിളിക്കുകയാണ്. ചുറ്റിലും നടക്കുന്ന പല പെൺകുട്ടികൾക്കും സംഭവിക്കുന്ന ഇത്തരം ദുരന്തങ്ങൾ അവർ കണ്ണു തുറന്ന് കാണാനോ മറ്റുള്ളവരുടെ അബദ്ധങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനോ അവർ ഒരിക്കലും മുതിരാറില്ല. എനിക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന അമിത വിശ്വാസം അവരെ കൊണ്ടെത്തിക്കുന്നത് വലിയ അപകടത്തിലേക്കാണ്. ഇനി ഇവനും ആ പെൺകുട്ടിയോട് മതം മാറാൻ വേണ്ടി നിർബന്ധിച്ചതാണോ എന്നറിയില്ല. അവൻ ആത്മഹത്യ ചെയ്തതുകൊണ്ട് എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് മനസ്സിലാക്കാനും കഴിഞ്ഞില്ല. നമുക്കറിയാം, അടൂരിൽ നടന്ന ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ആ ആൺസുഹൃത്തെന്ന് പറയുന്നവനെ ചോദ്യം ചെയ്തപ്പോൾ ആ പെൺകുട്ടിയോട് അവൻ മതം മാറാൻ നിർബന്ധിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത്. നമുക്ക് ഇത്തരം വാർത്തകളൊന്നും പലപ്പോഴും ഇവിടെ ചർച്ച ചെയ്യപ്പെടാറില്ല. പല മാധ്യമങ്ങളും ഇത്തരം വാർത്തകൾക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ അതിനെ മുഖവിലയ്ക്കെടുക്കാതെ ചർച്ച ചെയ്യാതെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു ജിഹാദുമില്ല, ഒന്നുമില്ല. എന്നാൽ ഇതേ സ്ഥാനത്ത് മരണപ്പെട്ടത് ഒരു ഹിന്ദു പെൺകുട്ടിയും ആ പെൺകുട്ടിയെ കൊന്ന ആ ഒരു കൊലപാതകി ഒരു മുസ്ലിമാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ കോലാഹലങ്ങൾ നമ്മൾ കാണേണ്ടി വരുമായിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ ചാനലുകളിൽ വലിയ ചർച്ചകൾ നടക്കും. ലവ് ജിഹാദിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നു വരും. നമ്മുടെ നാട്ടിലെ സംഘികൾ ആ ഒരു സംഭവത്തെ എടുത്തിട്ട് ചർച്ച ചെയ്ത് അതിൽ വർഗീയതയും വിദ്വേഷവും ഒക്കെ കണ്ടെത്തി ഒരു സമൂഹത്തിനെ മുഴുവനായും കുറേ നാളുകൾ നിരന്തരമായി വേട്ടയാടും. എന്നാൽ ഇത്തരം സംഭവങ്ങളൊന്നും അവന്മാർ കാണുകയില്ല. ഇതിനെക്കുറിച്ചൊന്നും അവന്മാർക്ക് ചർച്ച ചെയ്യാൻ ഒരു നേരവുമില്ല. ഇതാണ് ഇവന്മാരുടെ നല്ല ഒന്നാം തരം ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. കുറ്റകൃത്യങ്ങളെ കുറ്റകൃത്യങ്ങളായി കാണാതെ അതിലേതു മതക്കാരൻ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് മാത്രം നോക്കി അതിൽ സങ്കടപ്പെടുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക മനോഭാവത്തിൽ ജീവിക്കുന്ന ആളുകളാണിവർ. പ്രതി ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടയാളാണെങ്കിൽ മാത്രം അതിൽ വർഗീയത കണ്ടെത്തി വിദ്വേഷ പ്രചാരണം നടത്തുന്നവർ സമാനമായ കുറ്റകൃത്യം മറ്റ് വിഭാഗക്കാർ ചെയ്യുമ്പോഴോ അതിൽ തികഞ്ഞ മൗനം പാലിക്കുന്നു. ലവ് ജിഹാദ് എന്നും പറഞ്ഞ് ദിവസങ്ങളോളം ഒരു വിഭാഗത്തെ വേട്ടയാടുന്നവർക്ക് ഇത്തരം ദുരന്തങ്ങൾ കാണാൻ സമയമില്ല. കാരണം ഇവിടെ വിദ്വേഷത്തിൻ്റെ വിത്തുമാകാൻ അവർക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല.